തന്റെ മണ്ഡലത്തിൽ നിപ്പ വന്നപ്പോ അവിടുത്തെ MLA ആയിട്ടുള്ള റിയാസ് ആ ആശുപത്രിയിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്കോ ഇടപെടലുകൾ നടത്തുന്നതിൽ എന്തിൽ തെറ്റുണ്ടോ? ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ജയിച്ച MLA നാട്ടിലുള്ള പ്രശ്നങ്ങളൊന്നും ഇടപെടരുത്, വീട്ടിലടങ്ങിയിരിക്കണം എന്നുള്ളത്. UDFന്റെയും അതേപോലെ തന്നെ മുസ്ലിം ലീഗിന്റെയും ഒരു തിട്ടൂരാണത്. എന്തിനു റിയാസ് അവിടെ വന്നു, അപ്പൊ എന്തിനാ പ്രഹസനം കാണിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഒരു 4 മിനിറ്റ് തരാൻ പറ്റുമോ? ഒന്ന് കേൾക്കാനേ കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. നിങ്ങൾ എറണംകെട്ട ആൾക്കാർ ഭരിക്കുന്നതുകൊണ്ട് വന്നിരിക്കുന്നു പറഞ്ഞ ഒരു ലോ ക്ലാസ് തമാശ പറയല്ലോ റിയാസ് ചെയ്തിട്ടുള്ളത്. റിയാസ് വളരെ കൃത്യമായിട്ടുള്ള അയാളുടെ മണ്ഡലത്തിലുള്ള ആൾക്കാണ് ഇത് പറ്റിയിട്ടുള്ളത്. ആ മണ്ഡലത്തിൽ നിങ്ങളിപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ എൻ്റെ മണ്ഡലത്തിലെ വോട്ടർമാരും എൻ്റെ നേതൃത്വവും അല്ലെങ്കിൽ സഹായവും എയ്ഡും ആഗ്രഹിക്കുന്ന സമയമാണ്. എനിക്ക് അവരോട് സംസാരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ആ സംസാരിക്കാൻ നിങ്ങൾ എനിക്ക് ഈ കോൾ സെൻറ്ററിൽ നിന്നുള്ള അവസരം ഒരുക്കി തരൂ എന്നാവശ്യപ്പെടുകയാണ്. അതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കാൻ വൈകുന്നതാണ് ആ സീൻ പോലും അവിടെ ഉണ്ടായത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു എവിടെയാണ് DM എവിടെയാണെന്ന് ചോദിക്കുന്നു, മന്ത്രി ഇവിടെ ക്യാമ്പ് ചെയ്യണം. ഈ ആവശ്യങ്ങളൊക്കെ ജെന്യുവിനായ ആവശ്യമാണല്ലോ. കാരണം ഈ സമീപകാലത്ത് കേരളം കുറേ അധികം ഇത്തരം ആരോഗ്യകരമായിട്ടുള്ള കെടുതികളെ കണ്ടതാണ്. ആ കെടുതികൾ നമ്മളെ ഭയപ്പെടുത്തിയതാണ്. ആ ഭയത്തിൽ നമുക്ക് മോചനമുണ്ടാക്കി തരുന്നതിൽ നമ്മുടെ ഭരണകൂടം വലിയ പങ്ക് വഹിച്ചു. ആ പങ്ക് വഹിച്ചതിന് ആ ഭരണകൂടത്തെ റിവാർഡ് ചെയ്തിട്ടാണല്ലോ രണ്ടാം പിണറായി വിജയൻ സർക്കാർ വരുന്നത്. കോവിഡിൻ്റെ കാലത്തായാലും കൊള്ളാം, നിപ്പയുടെ കാലത്തായാലും എല്ലാം ലോകം തന്നെ പ്രശംസിച്ച തരത്തിലുള്ള, നമ്മൾ എത്ര വിമർശിച്ചാലും ലോകം വിമർശിച്ചിട്ടുള്ള തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞ ഒരു സംസ്ഥാനമാണ് നാം. അത് സർക്കാർ മാത്രമല്ല, കേരളത്തിൽ ആകമാനമുള്ള മനുഷ്യരുടെ സിവിക് സെൻസും സഹകരണവും എല്ലാം അതിൽ പ്രധാനപ്പെട്ട ഘടകമായിട്ടുണ്ട്. പക്ഷെ അതിൽ ഭരണകൂടത്തിൻ്റെ നേതൃപരമായ പങ്കാളിത്തം, ഇത്തരം വലിയ കെടുതികൾ വരുന്ന സമയത്ത്, വലിയ തോതിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പകർച്ചവ്യാധികൾ വരുമ്പോൾ നേതൃത്വം ഇറങ്ങി നിൽക്കുക, ഞങ്ങൾ മുമ്പിൽ നിന്ന് നയിക്കുന്നുണ്ട് എന്ന ഫീലും ആത്മവിശ്വാസവും കൊടുക്കുക എന്നുള്ള പ്രധാനമാണ്. അതിന് തിരുവനന്തപുരത്ത് ഇരുന്നാൽ പോരാ. നിപ്പ എന്ന് പറഞ്ഞാൽ ഈ കേരളം സമീപകാലത്ത് കണ്ടുള്ള ഏറ്റവും ഭയജനകമായ രോഗമാണ്. അത്രയും മോർട്ടാലിറ്റി റേറ്റ് കൂടിയ രോഗമാണ്. അത് വന്ന ആളുകൾ അതിജീവിക്കുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ്. അത് കോഴിക്കോട് വീണ്ടും പൊട്ടിപ്പുറപ്പെടുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാൻ, അതിനാവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്താൻ, ക്രമീകരണങ്ങൾ നടത്താൻ, സ്റ്റഡീസ് നടത്താനൊക്കെ നേതൃപരമായ പങ്കാളിത്തം കൊടുക്കാൻ മന്ത്രി ഉണ്ടാവുക പ്രധാനമാണ്. ഒരു സംസ്ഥാനത്ത് ഏറ്റവും വിപത്കരമായ ഒരു വൈറസ് പൊട്ടിപ്പുറപ്പെടുമ്പോൾ അതിനല്ലേ ഊന്നൽ കൊടുക്കേണ്ടത്. അതല്ലാതെ തിരുവനന്തപുരത്ത് വേറെന്താ ജോലി? ബാക്കി എല്ലാ മീറ്റിംഗും ഇവിടെ നിന്നല്ലേ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അന്നത്തെ കാലത്ത് സർക്കാരിൻ്റെ, നോക്കൂ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ വിമർശനം കേട്ട, ആക്ഷേപം കേട്ട വകുപ്പാണ് ആരോഗ്യവകുപ്പ്. ആരോഗ്യവകുപ്പിൽ എവിടെയും ഉണ്ടാവുന്ന ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് പോലും മന്ത്രി റെസ്പോൺസിബിൾ ആണ് എന്ന മട്ടിലുള്ള രാഷ്ട്രീയ പ്രതിഷേധം ഉയർത്തിയ ആൾക്കാരാണ് UDFകാർ. ആ UDF ഇവിടെ ഭരണത്തിൽ വന്ന് ഈ പറയുന്ന ആരോഗ്യവകുപ്പിൻ്റെ അധികാരം എടുക്കുമ്പോൾ ആരോഗ്യവകുപ്പിൽ നടക്കുന്ന സകല കാര്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ബാധ്യത അവർക്കുണ്ട്. അതിൽ നിന്ന് അവർക്ക് വിട്ടു നിൽക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞ റിയാസ് അതിൽ ചെയ്യുന്നത് എവിടെ DMO എന്നുള്ള ക്വസ്റ്റ്യനാണ്. ആ വാലിഡ് ക്വസ്റ്റ്യനാണ്. അയാൾക്ക് അയാളുടെ സമ്മതിദായകരായിട്ടുള്ള വോട്ടർമാരായിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. വാലിഡ് ആയിട്ടുള്ള ആവശ്യമാണത്. മന്ത്രി ക്യാമ്പ് ചെയ്തുകൊണ്ട് ആളുകൾക്ക് ആത്മവിശ്വാസം കൊടുക്കുകയും ഈ മെഷീനറി ആകമാനം കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കുകയും ചെയ്യുന്ന ആവശ്യം വാലിഡ് ആവശ്യമാണ്. അതിലെന്ത് മോശമായിട്ട് ഉന്നയിച്ചിട്ടുള്ള ആവശ്യം. റിയാസ് നന്നായി പെർഫോം ചെയ്യുന്ന കൂടി ഞാൻ പറയും. പെർഫോം ചെയ്യുന്ന അയാളെന്തോ പ്രകടനം നടത്തുന്നതല്ല, ജനങ്ങൾക്ക് വേണ്ടിയും ഒരു പ്രശ്നത്തിൽ ഇടപെടുക, സ്വന്തം മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇടപെടുക എന്നുള്ള പണി അയാൾ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് അയാളുടെ ഉത്തരവാദിത്തമാണ്, അയാൾ നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പുതിയൊരു സർക്കാർ വരുമ്പോൾ വിസിബിലിറ്റി കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു മോശത്തരം വഷളത്തരം കാണിക്കുക എന്ന മട്ടിലൊന്നും അല്ല ഇതിനെടുക്കേണ്ടത്. റിയാസ് വളരെ ജെന്യുവിനായ ഒരു വിഷയം. വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഞാൻ വേണ്ടാത്ത കാര്യങ്ങളിലേക്കോ വിവാദ പ്രസ്താവനകളിലേക്കോ ഒന്നും ഞാൻ പോകുന്നില്ല, ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. മന്ത്രി മുരളീധരനും അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ ശരിയാണ്. യെസ്, റിയാസ് വളരെ പക്വമായിട്ടാണ് കഴിഞ്ഞത്. ഞാൻ പറഞ്ഞതേ വേറൊരു ഡയമെൻഷൻ കൂടി ഉണ്ട്. ഈ സർക്കാർ മാറിയതിന് ശേഷം ബേപ്പൂരിൽ നിന്ന് വളരെ കുറച്ച് പേരെ CPM ജയിച്ചുള്ളൂ. അത് റിയാസ് ഇപ്പോൾ പലതരത്തിലുള്ള ആക്ഷേപം കേട്ട ആളാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം ചെയ്ത സകലമാന നല്ല കാര്യങ്ങളെയും മരുമോൻ എന്ന് പറയുന്ന ഒരു അധിക്ഷേപ പദം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ കോർണർ ചെയ്യാൻ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അയാൾ അതിനെ അന്ന് നേരിട്ട രീതിയും ഇപ്പോൾ അയാൾ MLA ആയി ജയിക്കുമ്പോൾ അയാൾ നടത്തുന്ന പെർഫോമൻസും പ്രത്യേകം കാണേണ്ട ഒന്നാണ്. വന്ദേമാതരം സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണല്ലോ. അത് മതനിരപേക്ഷത എന്ന് പറയുന്ന ആശയത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രം ആരാധനാ ഗാനം പൊതുഗാനമാക്കി പാടുന്ന പരിപാടി, അത് ശരിയല്ല എന്ന പ്രശ്നം ആദ്യം ഉന്നയിച്ച റിയാസാണ്. ധൈര്യപൂർവ്വം ഉന്നയിച്ചു, വളരെ രാഷ്ട്രീയ കൃത്യതയോടെ ഉന്നയിച്ചു. അതിനുശേഷം അയാൾ ഇപ്പോൾ ഇടപെടുന്നതും കേരളത്തെ സംബന്ധിച്ച് നിപ്പ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നമാണ്. ആരോഗ്യ പ്രശ്നത്തിൽ സർക്കാരിൻ്റെ പരിപൂർണമായ ശ്രദ്ധയും ഊന്നലും കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഇടപെടലാണ്. നാം അതിനെ പിന്തുണയ്ക്കുകയോ ശ്ലാഘിക്കുകയോ ചെയ്യണമെന്നാണ് ഞാൻ പറയുക. സർക്കാർ അമ്പേ പരാജയമാണെന്ന് ഞാൻ പറയുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്നത് ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ്റിനെ നേർവഴിക്ക് നയിക്കുക, ഗവൺമെൻറ്റിനെ പെർഫെക്റ്റ് ആക്കുക, ഗവൺമെൻറ് ചെയ്യാത്ത കാര്യങ്ങൾ ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യിക്കുക എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം. അതിൽ റിയാസ് നന്നായി വൃത്തിക്കായുള്ള ഇടപെടൽ പൂർത്തിയാക്കിയെന്നാണ് ഞാൻ പറയുക. ഈ കാര്യത്തിൽ MLA ആയിട്ട് മത്സരിച്ച് വിജയിച്ചൊരു മനുഷ്യനാണ്. മരുമോൻ എന്ന പട്ടം അങ്ങ് കയറ്റി വെച്ചു കൊടുത്തു. നേരെ തിരിച്ച് ഒക്കെ ഏത് കൊടി പിടിച്ചിട്ടാടോ ഇവിടെ എത്തിയിട്ടുള്ളത്? ഒരു കൊടിയും പിടിച്ചിട്ടില്ല. അതേപോലെ തന്നെ ചാണ്ടിയുമൻ ഏത് കൊടിയാ പിടിച്ചേ? ഒരു കൊടിയും പിടിച്ചിട്ടില്ല. ഇങ്ങനെ നുണകൾ പറഞ്ഞ് മുന്നോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ 4 മിനിറ്റ് ഉണ്ടല്ലോ, നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എനിക്കറിയാം.
അപ്പൊ കൂടെ കൂടിക്കോളും, ഇത്തരം വാർത്തകൾ കേൾക്കാം. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.